ഇന്ത്യൻ എക്സ്പ്രസിനെതിരെ ശശി തരൂർ രംഗത്തെത്തുകയാണ്. വാർത്ത വളച്ചൊടിച്ചതാണെന്ന് തരൂർ. എങ്ങനെ വാർത്തയുണ്ടാക്കുന്നു എന്നതിന്റെ നല്ല പാഠമാണിതെന്നും ശശി തരൂർ പറയുന്നു. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അനൂപ്, ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയ വാർത്തയിൽ എന്ത് വളച്ചൊടിച്ചു, എവിടെയാണ് പറയാത്തത് പറഞ്ഞത്, എന്താണ് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം, എന്താണ്? ശശി തരൂർ കഴിഞ്ഞ കുറച്ചേറെ ദിവസമായി ഈ അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ കൃത്യമായി പറയുന്നു എങ്ങനെ വാർത്ത വളച്ചൊടിക്കാം എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഈ അഭിമുഖത്തിന്റെ ചിത്രവും അത് പത്രത്തിൽ വന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ എക്സിൽ ഒരു കുറിപ്പ് എഴുതി ഇട്ടിട്ടുള്ളത്. അതിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം തന്നെ ഒരു മാപ്പപേക്ഷ പോലെ, ഒരു ഖേദപ്രകടനം പോലെ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് കേരളത്തിൽ ഒരുപാട് നേതാക്കൾ ഉണ്ട്, പ്രവർത്തകർ എത്ര എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യമായിരുന്നു ശശി തരൂർ പറഞ്ഞിരുന്നത്. എന്നാൽ പത്രം അത് കൊടുത്തത് കേരളത്തിൽ നേതൃദാരിദ്ര്യമുണ്ട് എന്ന് തരൂർ പറഞ്ഞു എന്ന നിലയിലായിരുന്നു. അതായത് വലിയ വ്യത്യാസം വരുന്നത് പോലെ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസിനെ കോട്ട് ചെയ്ത് നമ്മൾ ഉൾപ്പെടെ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ നേതൃദാരിദ്ര്യം ഉണ്ട് എന്ന് തരൂർ പറഞ്ഞു എന്നതായിട്ടാണ്. അത് പത്രം, ഇന്ത്യൻ എക്സ്പ്രസ് പത്രം അത് പ്രസിദ്ധീകരിച്ചത് കൊണ്ടാണ് അങ്ങനെ പത്രത്തിൽ തന്നെ കോട്ട് ചെയ്ത് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത്. ഇത് തരൂരിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തരൂർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്തരം പറയാത്ത കാര്യങ്ങൾ വളച്ചൊടിച്ച് വാർത്തയ്ക്ക് വേണ്ടി ഇടപെട്ടു എന്നാണ് തരൂർ ഇപ്പോൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യൻ എക്സ്പ്രസ് തൻ്റെ അഭിമാനത്തിന് ഉൾപ്പെടെ ക്ഷതമേൽപ്പിച്ചു. താൻ കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി വലിയ പ്രയാസത്തിലായിരുന്നു എന്നും തരൂർ പറയുന്നുണ്ട്. എന്തായാലും നാളെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെ, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഹൈക്കമാൻഡ് ചർച്ചയ്ക്ക് വിളിച്ചതിന് തൊട്ട് മുൻപാണ്, ആ ചർച്ച നടക്കുന്നതിന് മണിക്കൂറുകൾ മാത്രം മുൻപാണ് ഇപ്പോൾ തരൂർ ഇടപെട്ടുകൊണ്ട് തൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ആണ് കുഴപ്പക്കാർ എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇപ്പോൾ ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.